Let us consider the second order correction in energy. Okay, so this is represented by the term En2. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? മുമ്പ് നമ്മൾ പെർട്ടർബേഷൻ പാരാമീറ്ററിന്റെ ടേംസിൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് എച്ച് ഐ എൻ ഈക്വൽ ടു ഇ എൻ സൈ എന്ന് നമ്മൾ രണ്ട് സൈഡിലും എക്സ്പാൻഡ് ചെയ്തിരുന്നു ഇൻ ടേംസ് ഓഫ് പെർട്ടർബേഷൻ പാരാമീറ്റർ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ ടേംസ് ഇൻ ലാംഡ നമ്മൾ കളക്ട് ചെയ്തു, രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്തു. ഇതേപോലെ സെക്കൻഡ് ഓർഡർ ടേംസ് ഇൻ ലാംഡ നമ്മൾ ഇക്വേറ്റ്. സെക്കൻഡ് ഓർഡർ ടേംസ് ഇൻ ലാംഡയ്ക്കകത്ത് വരുന്നതാണ് En2. ഓക്കെ, സോ ലെറ്റ് us look at that expression. ഇക്വേഷൻ 8, മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ 8, അതായത് ലാംഡയുടെ സെക്കൻഡ് ഓർഡർ ടേംസ് കമ്പൈൻ ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതിയ ഇക്വേഷൻ 8 ഇതിൽ En2 ആണ് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. En2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി ചെയ്ത അതേ ടെക്നിക്ക് ഉപയോഗിച്ചാൽ En2 വരുന്നത് സൈ എൻ സീറോയുടെ കൂടെയാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു, ഈ ടേമിൽ നമ്മൾ En2 സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈ എൻ സീറോയുടെ ബ്രാ വെക്ടർ കൊണ്ട് കെറ്റ് സൈ എൻ സീറോയുടെ കറസ്പോണ്ടിങ് ബ്രാ വെക്ടർ സൈ എൻ സീറോ കൊണ്ട് ഈ ഇക്വേഷനിലെ ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, സോ ഇക്വേഷൻ 8 ടേക്കിംഗ് ദ ഇന്നർ പ്രോഡക്റ്റ് with ബ്രാ വെക്ടർ സൈ എൻ സീറോ. നോക്കാം ഓരോ ടേം ആയിട്ട്. ഫസ്റ്റ് ടേം സൈ എൻ സീറോ എച്ച് സീറോ സൈ എൻ ടു പ്ലസ് സൈ എൻ സീറോ എച്ച് പ്രൈം സൈ എൻ വൺ. ഓക്കെ, റൈറ്റ് സൈഡിൽ ഇ എൻ സീറോ ഒരു സ്കേലർ ആണ്, ദാറ്റ് വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. സോ ഇ എൻ സീറോ ഇൻറ്റു psi n0 psi n2 പ്ലസ് ഇവിടെ en1 psi n0 psi n1 പ്ലസ് ഇവിടെ en2 psi n0 psi n0. ഈ ടേം മൂന്നാമത്തെ ടേം. ഓക്കെ, ഇതിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് psi n0 psi n0 inner product between psi n0 with itself is 1 because unperturbed states are all orthonormal. ഇനി ഈ ടേം നിങ്ങൾ നോക്കൂ, psi n0 psi n1 inner product between psi n0 and psi n1. ഇതെന്താണ്? നേരത്തെ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ കണ്ടതാണ്. psi n1ന്റെ നമ്മൾ എക്സ്പാൻഷൻ എഴുതുമ്പോൾ psi n1 നമുക്ക് psi m0യുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം, അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ m നോട്ട് ഈക്വൽ ടു n ആണ് എന്ന് പറഞ്ഞാൽ psi n1നകത്ത് psi n0യുടെ കമ്പോണന്റ് ഉണ്ടാവില്ല. അപ്പൊ psi n0യും psi n1ഉം നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുത്ത് ഞാൻ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ ദിസ് ടേം ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ ഈ ടേമിലേക്ക് വന്നാൽ ഈ ടേം ഇവിടെ നമ്മൾ നോക്കൂ, psi n2 സെക്കൻഡ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ മേലെ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. പക്ഷേ ഈ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ സൈ എൻ സീറോയുടെ മേലെ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയാം. ബിക്കോസ് സൈ എൻ സീറോ ആർ ഐഗൻകെറ്റ്സ് ഓഫ് എച്ച് സീറോ. ഈ എച്ച് സീറോ ഹാമിൽട്ടോണിയൻ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്താലും ഇവിടെ ആക്ട് ചെയ്താലും ഈ മെട്രിക്സ് ലെവലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എച്ച് സീറോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് സീറോ ആക്ടിംഗ് ഓൺ സൈ എൻ സീറോ എന്ന് എഴുതാം. And with inner product with psi n2. H0 acting on psi n0 നമുക്ക് എന്താ കിട്ടുക? En0 psi n0. En0 നമുക്ക് ഒരു റിയൽ സ്കെയിലർ ആണ്. ബ്രാ വെക്ടറിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഒന്നും വരില്ല. സോ ദിസ് ടേം വിൽ ബി നത്തിങ് ബട്ട് En0. ബാക്കി ഇവിടെ ഉണ്ടാവും എന്താണ്? psi n0 psi n2. ഇതാണ് ഉണ്ടാവും ഫസ്റ്റ് ടേം. Look at the first term on the right hand side. En0 psi n0 psi n2. So this term will cancel with this term. അപ്പൊ ഇപ്പൊ എല്ലായി നമുക്കപ്പോൾ എന്ത് കിട്ടി? En2 is equal to എന്ത് കിട്ടി? psi n0 h prime psi n1. Correct? Psi n0 h prime psi n1.
Psi-n1 എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡെറൈവ് ചെയ്തു. ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇക്വേഷൻ 13 വരെ വന്നിരുന്നു. ഇക്വേഷൻ 14 എന്ന് വിളിക്കാം. ഇക്വേഷൻ 13ലാണ് നമുക്ക് Psi-n1 എക്സ്പ്രഷൻ കിട്ടിയത്. നമുക്ക് എടുക്കാം. Psi-n1 expression ഇതായിരുന്നു. Psi-n1 is equal to summation over m which is not equal to n Psi-m0 h prime Psi-n0 divided by en0 minus em0 order reverse എന്നുള്ള ഓർക്കുക into get Psi-m0. ഇതായിരുന്നു Psi-n1 എക്സ്പ്രഷൻ. Psi-n1 നമ്മൾ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയപ്പോൾ ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്കെയിലറാണ്, റൈറ്റ്? ഇത് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി റിയൽ ഓർ കോംപ്ലക്സ്. ഇത് റിയൽ ആണ് എനർജി വാല്യൂസ്, പക്ഷേ ഇത് റിയൽ ഓർ കോംപ്ലക്സ് ആവാം ഈ മെട്രിക്സിൽ. അപ്പോൾ ഇത് മൊത്തം ഒരു സ്കെയിലറാണ്, ഒരു കോംപ്ലക്സ് സ്കെയിലറാണ്. ഇത് മാത്രമാണ് വെക്ടർ. അപ്പോൾ നമ്മൾ ഇത് ഈ Psi-n1 പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് എലമെന്റ് പിന്നെ ഡയറക്ടർ Psi-n0 h പ്രൈം ആരുടെ മേലെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഇയാളുടെ മേലെയാണ്, ഈ വെക്ടറിന്റെ മേലെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് en2 എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. en2 is equal to summation over n not equal to n. ഈ സ്കെയിലർ നമ്മൾ ആദ്യം എഴുതി. Psi-m0 h പ്രൈം Psi-n0 en0 minus em0. ഇത് മുഴുവൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ ഈ സ്കെയിലർ മാത്രം നമ്മൾ പുറത്തേക്ക് എഴുതി. ബാക്കി ആരുണ്ടാവും? ഇയാളുണ്ടാവും. ഇയാളുടെ മേലെയാണ് ഇയാൾ ആക്ട് ചെയ്യുന്നത്. സോ വാട്ട് യു ഗെറ്റ് ഈസ് Psi-n0 ഇയാൾ h പ്രൈം ഇവർ ആക്ട് ചെയ്യുന്നത് ഇതിന്റെ മേലെയാണ്, ഈ വെക്ടറിന്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. Psi-m0 ഇങ്ങനെയാണ് കിട്ടുക. Now look at this Psi-m0 h prime Psi-n0 into Psi-n0 h prime Psi-m0. ഈ മെട്രിക്സ് എലമെന്റ് ഈ മെട്രിക്സ് എലമെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ഓർഡർ ബ്രാവെക്ടറും കെറ്റ് വെക്ടറും ഇന്റർചേഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഒരു ഇന്നർ പ്രോഡക്റ്റിൽ ബ്രാവെക്ടറും കെറ്റ് വെക്ടറും ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് കിട്ടുക, റൈറ്റ്? അല്ലേ? നമുക്കറിയാം കെറ്റ് ആൽഫ ബീറ്റ, ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാവെക്ടർ ആൽഫ ആൻഡ് കെറ്റ് വെക്ടർ ബീറ്റ ഈസ് ബീറ്റ ആൽഫ സ്റ്റാർ, റൈറ്റ്? സോ നമുക്കിവിടെ അപ്പോൾ ഇതിനെ നമുക്ക് ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെന്ന് എഴുതാം. Therefore, ഇതും ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും കൂടി വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിന്റെ സ്ക്വയർ ആണ് വരും, ഇതിന്റെ മോഡൽ സ്ക്വയർ വരും. സോ ദിസ് ഐ ക്യാൻ റൈറ്റ് ആസ് സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ equation 15. This is the expression for the second order correction in energy. One point about the second order correction energy is you can see that the numerator is a perfect square. So numerator is always positive. Now suppose En0 is the ground state energy. Okay, in a particular system നമ്മൾ En0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, n എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? En2 ഇതേ nth സ്റ്റേറ്റിന്റെ തന്നെ സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജിയാണ്, അല്ലെ? n എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. nth സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ എനർജി, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് En0 അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൽ. നിങ്ങൾ ഇതിന്റെ പെർട്ടർബേഷൻ അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് En0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, എന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന പെർട്ടർബേഷൻ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ പെർട്ടർബേഷൻ ഇൻ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിന് കിട്ടുന്നത്? സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജിയെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാണല്ലോ എക്സ്പ്രഷൻ സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജിയുടെ. ഈ മെട്രിക്സ് എലമെന്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ദിസ് എനർജി ഡിഫറൻസ്. നൗ m നോട്ട് ഈക്വൽ ടു n ആണെന്ന് മനസ്സിലാക്കുക. n ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ m നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ m എന്തായിരിക്കും? വേറെ ഏതെങ്കിലും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ്, എനി അതർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ബട്ട് ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ദാറ്റ് En0 വിൽ ബി ലെസ് ദാൻ em0.
കാരണം എന്താ, En0 എന്ന് പറയുന്നത് n ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ En0 എന്ന് പറയുന്നത് ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഏറ്റവും ചെറിയ എനർജി ആയിരിക്കും. അപ്പോൾ വേറെ ഏത് സ്റ്റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എനർജി ഈ En0നേക്കാളും കൂടുതലായിരിക്കും, or En0 is less than Em0. So which means that the denominator will be negative. Numerator is always positive. അപ്പോൾ ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, En2 എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലം സിസ്റ്റം ഏതായാലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഇറ്റ് വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജിയുടെ എക്സ്പ്രഷൻ നേരത്തെ കണ്ടല്ലോ, അത് ആ മെട്രിക്സ് എലമെന്റ് അതെന്തായിരുന്നു, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എച്ച് പ്രൈം ഇൻ ദ അൺപെർടർബ്ഡ് സ്റ്റേറ്റ്. അത് പോസിറ്റീവ് ആവാൻ നെഗറ്റീവ് ആവാം. ഓക്കെ, പക്ഷെ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ആണ് കാണുന്നതെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന കാര്യം. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദ സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷൻ കാണാൻ കഴിയും. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫർദർ തേർഡ് ഓർഡർ കറക്ഷൻസ് ഒക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് എക്സ്പ്രഷൻസ്. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. നോർമലി വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ അപ് ടു second order correction in energy. Okay, so we have derived expressions for first order correction in energy, first order correction in wave function, and second order correction in energy. All these things are about regarding non-degenerate system. ഇത് non-degenerate perturbation theory ആണ്. അതുപോലെ നമ്മൾ ഈ പെർട്ടർബേഷൻ തിയറിയുടെ വാലിഡിറ്റി, അതിൻ്റെ ക്രൈറ്റീരിയൻ ഫോർ ദ വാലിഡിറ്റി ഓഫ് പെർട്ടർബേഷൻ തിയറി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് ഓർഡർ ചില സിസ്റ്റംസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി നോക്കാം. ഫെമിലിയർ സിസ്റ്റംസ് എടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ അൺപെർടർബ്ഡ് സ്റ്റേറ്റ് സിസ്റ്റംസ് പഠിച്ച അൺപെർടർബ്ഡ് സിസ്റ്റങ്ങൾ എടുത്തിട്ട് നോൺ സിസ്റ്റംസ് എടുത്തിട്ട് അതിൽ ചെറിയ പെർട്ടർബേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളത്, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഒക്കെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ.